ഒരു നിമിഷം കളിയായി ചെയ്ത ഒരു പ്രവൃത്തി ലോകത്തെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തിയാണ്. കൈലാസത്തിലൊരു പ്രഭാതം. മഞ്ഞുമലകൾക്ക് മുകളിൽ സൂര്യപ്രകാശം വീണു തിളങ്ങുന്നു. ശിവൻ ശാന്തമായിരിക്കുന്നു. ശക്തിയും സമാധാനവും ചേർന്ന സാന്നിധ്യം. അരികിൽ പാർവതി. സ്നേഹത്തോടെ, കളിയോടെ അവൾ ശിവന്റെ പിന്നിലേക്ക് നീങ്ങി. ഒരു പുഞ്ചിരിയോടെ അവന്റെ കണ്ണുകൾ അവൾ കൈകൊണ്ടു മൂടി. അതൊരു നിമിഷം മാത്രം. പക്ഷേ ശിവൻ സർവ്വപ്രകാശത്തിന്റെ ഉറവിടം. അവന്റെ കണ്ണുകൾ മൂടിയ ആ നിമിഷത്തിൽ സൂര്യൻ മങ്ങിപ്പോയി. പ്രകാശം വറ്റിപ്പോയി. ലോകം അന്ധകാരമായി. ആ അന്ധകാരത്തിന് രൂപം വന്നു. മഞ്ഞുമലകളുടെ പിന്നിൽ കട്ടിയുള്ള ഇരുട്ട് കട്ടപിടിച്ചു. അത് നിലത്തിറങ്ങി. മനുഷ്യരൂപം സ്വീകരിച്ചു. അവൻ അന്ധകാസുരൻ. ഇരുട്ടിൽ നിന്ന് ജനിച്ച അസുരൻ. കണ്ണുകളിൽ പ്രകാശമില്ല, ശരീരത്തിൽ കരുത്ത് മാത്രം. അവൻ ലോകത്തിലേക്ക് നടന്നു. പാർവതി കൈ പിൻവലിച്ചപ്പോൾ പ്രകാശം തിരിച്ചു വന്നു. പക്ഷേ സംഭവിച്ചത് മാറിയില്ല. അവൾ കണ്ടു തന്റെ കളിയുടെ ഫലം. അവളുടെ മുഖത്ത് കുറ്റബോധം. അവൾ ശിവന്റെ മുമ്പിൽ മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു. ശിവൻ കോപിച്ചില്ല. കാരണം സൃഷ്ടിയും വിനാശവും സമത്വത്തിൽ നിലകൊള്ളുന്നു. പക്ഷെ പാർവതിക്ക് മനസ്സമാധാനമില്ല. ഈ തെറ്റിന് ഞാൻ തന്നെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. അവൾ എഴുന്നേറ്റു. കൈലാസം വിട്ടു. മഞ്ഞുമലകൾ പിന്നിലേക്ക് മറഞ്ഞു. അവളുടെ യാത്ര ഭൂമിയിലേക്കായിരുന്നു. ചൂടുള്ള കാറ്റും നദിയുടെ ശബ്ദവും നിറഞ്ഞൊരു ദേശം. കാഞ്ചി. ഒരു നദിക്കരയിൽ അവൾ നിന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ഒരു വളയം അവൾ നീക്കി ശിലമേൽ വെച്ചു. അതൊരു രാജ്ഞിയുടെ അലങ്കാരം മാറ്റൽ മാത്രമല്ല, ഒരു ദേവിയുടെ അഹങ്കാരം ഉപേക്ഷിക്കൽ. അവൾ മണൽ തൊട്ടു. കണ്ണുകളടച്ചു. അവളുടെ പ്രായശ്ചിത്തം ലോകത്തെ മാറ്റാനിരിക്കുകയാണ്. തുടരും.